പ്രൈവറ്റ് ബസ്സുകാർ വഴി കണ്ടു കഴിഞ്ഞാൽ വഴി അവരിട്ട് വഴിയിൽ പതുക്കെ പോകും. എങ്ങാനും നമ്മളെങ്ങാനും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഓൺ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വൈകുന്നേരം ഒരു പ്രൈവറ്റ് ബസ്സുകാരുണ്ട്, ഏത് വണ്ടിയാണെന്നറിയാം, മിക്കവാറും സെൻറ്റ് ജോർജ് ആയിരിക്കും, പഴയ സെൻറ്റ് ജോർജ് ആയിരിക്കും. 6:45 കഴിയുമ്പോൾ ഞാൻ മോളെ വിളിക്കാൻ പോകുമ്പോൾ ഒരിക്കലും അവൻ വഴി മാറി തന്നെ സെൻറ്ററിൽ കൂടെ ഓടിച്ചുകൊണ്ട് വരുള്ളൂ. ഈ റോഡിൻ്റെ സെൻറ്റർ അവൻ്റെ സെൻറ്റർ ഒരുപോലെയൊക്കെ അവൻ ഓടിച്ചുകൊണ്ട് വരുള്ളൂ. അവനൊക്കെ ആരാ ഡ്രൈവിങ് പഠിപ്പിച്ചതെന്നറിയാമല്ലോ. വൈകുന്നേരം 6:45 ഒരു 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 പ്രൈവറ്റ് ബസ്സുകാരനുണ്ട്. ഈ വണ്ടിയുടെ സെൻട്രൽ ലൈനും റോഡിൻ്റെ സെൻട്രൽ ലൈനും ഒന്നാണ്. ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കണമെന്നൊക്കെ. സെൻറ്റ് ജോർജ് ബസ് എൻ്റെ ഓർമ്മയിൽ ഈ എൻ്റെ പെരപടുത്ത കാലത്തിന് അന്നേരം പോലെ ഉണ്ടാകുന്നില്ല, അന്നേരം ഉണ്ടാകുന്ന സംശയമാണ്, അതിന് ശേഷമാണ്. എന്നാലും ഒരുപാട് പഴയ വണ്ടി അത്. അപ്പം എൻ്റെ പേരൊക്കെ മാറ്റി വേറെ ഏതാണ്ടൊക്കെ. പണ്ട് ബസ്സിൻ്റെ പേരൊക്കെ സെൻറ്റ് ജോർജ്, സെൻറ്റ് തോമസ് അങ്ങനെയൊക്കെയാണ് ഈ വഴി ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം മൊത്തം ഓരോ കാക്കന്മാരുടെ പേരാണ്. അവിടെ ഇരുന്ന് മെസ്സിയുടെ കളിയുണ്ട്. ഞാൻ 1-2 കളി കണ്ടു, പക്ഷെ മിക്കവാറും സമയത്ത് ഉറങ്ങിപ്പോകും. രാത്രി കളിയാണ്. എന്നാലും എംബാപ്പയുടെ ഗോളൊക്കെ കണ്ടു. ഫ്രാൻസിൻ്റെ ഇതിൽ ഇപ്പോൾ മെസ്സിയുടെ ഗോളും കണ്ടു. ഇത് രാവിലെ ആയതുകൊണ്ട് ഉറക്കം വന്നില്ല, രാത്രി എപ്പോഴും ഉറക്കം വന്നു. മെസ്സിയുടെ ഗോള് കണ്ടു, 2 ഗോള് കണ്ടായിരുന്നു, അത് കണ്ടു.